ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന അനുഭവങ്ങൾ. ഇത് കോട്ടപ്പുറം രൂപതയിലെ പടിയൂർ അരീപ്പാലം സേക്രഡ് ഹാർട്ട് ചർച്ച് വികാരി ഫാദർ ഡയസ് ആന്റണി. ദിവ്യകാരുണ്യ ഈശോ ആർദ്രമായി നയിക്കുന്ന ജീവിതാനുഭവങ്ങൾ ഡയസ് അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് ഡയസ് ആന്റണി വലിയ മരത്തുങ്കൽ. ഞാൻ കോട്ടപ്പുറം രൂപതയിലെ ഒരു വൈദികനാണ്. ഞാൻ വൈദികനായിട്ട് ഏകദേശം 21 വർഷം പൂർത്തിയായിട്ടുണ്ട്. എൻ്റെ സ്വന്തം ഇടവക ഗോതിരുത്ത് സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയാണ്. ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് ഇരിങ്ങാലക്കുട അടുത്തുള്ള പടിയൂര് അരിപ്പാലം തിരുഹൃദയ ദൈവാലയത്തിലാണ്. ഞാൻ എൻ്റെ വീട്ടിലെ 10ാമത്തെ മകനാണ്. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വീടി തെറുത്ത് വളർത്തിയ മക്കളിലൊരുവൻ. അനുദിന ബലിയർപ്പണത്തിൻ്റെ പ്രാധാന്യം അവർ അവരുടെ ജീവിതത്തിലൂടെ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ അപ്പൻ സാധാരണ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അപ്പൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് ഒരു വെള്ളമുണ്ടും ഒരു വെള്ള ജുബ്ബയാണ്. ഇതപ്പൻ അലക്കി തേച്ച് അമ്മ ഇത് കൊടുക്കുന്നത് ശനിയാഴ്ചയാണ്. അപ്പം ശനിയാഴ്ച മക്കൾക്ക് അമ്മ നൽകുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ജുബ്ബ, ഈ ഷർട്ട് വളരെ മനോഹരമായിട്ട് തേച്ച് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് അമ്മ ഇങ്ങനെ നോക്കി നിൽക്കും. ചെറിയൊരു ചുളിവോ ചെറിയ ഒരു പാടോ ഉണ്ടെങ്കിൽ അമ്മ പെട്ടെന്ന് ഇടപെടും. പ്രിയമുള്ളവരെ, അപ്പൻ ഒരുപാട് കല്യാണത്തിനൊക്കെ പോകാറുണ്ട്, മറ്റ് പല ആവശ്യങ്ങൾക്കൊക്കെ പോകാറുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അമ്മ ഈ ഒരു ഗൗരവം അപ്പൻ്റെ വസ്ത്രത്തിൽ ദർശിക്കാറില്ല. പക്ഷേ ശനിയാഴ്ച, പിറ്റേ ദിവസം അപ്പൻ ഞായറാഴ്ച അതിരാവിലെ 6:15 ബലിയർപ്പണത്തിന് ഈ അലക്കി തേച്ച ജുബ്ബയും മുണ്ടും ഇങ്ങനെ എടുത്ത് ധരിക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം അമ്മ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ഈ ലോക ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ ലോക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ കുർബാനയാണെന്ന് പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും പള്ളി പോയിക്കൊള്ളണം. അത് പള്ളി പോയില്ലെങ്കിൽ അമ്മയുടെ വായിൽ നിന്ന് ചില വാക്കുകൾ വരും. അമ്മ ആദ്യത്തെ കുർബാനയ്ക്കാണ് പോകുന്നത്. ഞങ്ങളുടെ ദേവാലയത്തിൽ 2 കുർബാനയുണ്ട്, 6:15 7:15. അപ്പനും അമ്മയും ചിലപ്പോൾ മൂത്ത ചേച്ചിയോ ചേട്ടനോ അതിരാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകുമ്പോൾ അപ്പനും അമ്മയും ഞങ്ങളെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ സ്വാഭാവികമാണല്ലോ, ചെറിയൊരു മടി ഉള്ളിലുണ്ടാവും. അപ്പോൾ വീണ്ടും ചെറുതായിട്ടൊന്ന് മയങ്ങും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ കിടക്കപ്പായിൽ തന്നെയാണെങ്കിൽ അമ്മ വളരെ സ്നേഹത്തോടുകൂടി അടുത്ത് വന്ന് ആ സമയത്ത് മാത്രം ഇച്ചിരി സ്നേഹം കുറഞ്ഞ് ചിലപ്പോൾ തണുത്ത വെള്ളം, ഡിസംബർ മാസത്തിലേക്കാണ് പോകാൻ ഇത്തിരി മടി, തണുത്ത വെള്ളം കൊണ്ടുപോയി നമ്മുടെ കാലിലൊഴിക്കും. അങ്ങനെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നമ്മൾ ദൈവാലയത്തിലേക്ക് യാത്രയാകും. അപ്പോൾ ദൈവാലയത്തിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ ബലിയർപ്പണം എല്ലാ ദിവസവും നിൻ്റെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് അമ്മ പഠിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമുണ്ട്. പരീക്ഷയ്ക്ക് ഒരുങ്ങാണ്. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലെ പരീക്ഷയാണെന്ന്. അപ്പോൾ വെള്ളിയാഴ്ച പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ അമ്മ ഒന്ന് ചോദിച്ചു, എടാ പള്ളി പോണില്ല? അപ്പം ഞാൻ പറഞ്ഞു, വൈകുന്നേരം ഉണ്ടല്ലോ അമ്മച്ചി. ഞങ്ങളുടെ ഇടവകയിൽ വൈകുന്നേരങ്ങളിൽ കുർബാനയുള്ള ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ വെള്ളിയാഴ്ചയല്ലേ, വൈകുന്നേരം പൊക്കോളാം. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. 4:30 മണിക്കാണ് കുർബാന. ഒരു 4:15 ഞാൻ പുസ്തകവും പിടിച്ചിരിക്കുകയാണ് പഠിക്കാനുള്ള തിരക്കിൽ. അപ്പം അമ്മ ചോദിച്ചു, എടാ പള്ളി പോണില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി തിങ്കളാഴ്ചത്തെ പരീക്ഷ ഒന്നും പഠിച്ചിട്ടില്ല അമ്മച്ചി. അതുകൊണ്ട് ഇതാണെങ്കിൽ പഠിക്കാനൊരു നല്ല മൂഡുള്ള സമയമാണ്. അപ്പം അമ്മച്ചി എടുത്ത വഴിക്ക് പറഞ്ഞൊരു മറുപടി അതാണ്, തിങ്കളാഴ്ചത്തെ പരീക്ഷയ്ക്ക് നീ തോറ്റുപോടാന്ന്. പിന്നെ നമുക്ക് പഠിക്കാൻ തോന്നില്ലല്ലോ. നമ്മൾ വേഗം പുസ്തകം അവിടെ മടക്കി വെച്ച് ഞാൻ പരീക്ഷയ്ക്ക് പോയി. പ്രിയമുള്ളവരെ, മാർക്ക് വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ, മറ്റ് പരീക്ഷകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഈ ഒരു വിഷയത്തിന് നല്ല മാർക്ക് കിട്ടുക, അത് നമ്മളെയൊക്കെ വല്ലാതെ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് വഴി നടത്തുകയായിരുന്നു.
കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പ്രിയമുള്ളവരെ, ഞാൻ സെമിനാരിയിൽ ചേരുന്നത് 1993 കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 4 തീയതി. ഈ ആഗ്രഹം എൻ്റെ അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, നീ പോണ്ടെന്ന് പറഞ്ഞു. അത് അപ്പന് ഞാൻ വൈദികനായി കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. കാരണം എൻ്റെ ചേട്ടന്മാർ 2 പേര് പോയിട്ടുണ്ട്. അവർ തിരിച്ചു വന്നു. ഒരു ചേട്ടൻ കുറച്ച് വർഷങ്ങളോളം സെമിനാരിയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ചേട്ടൻ തിരിച്ചു വന്നു. അവരിപ്പോൾ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ അപ്പൂപ്പൻ ഒരാൾ സെമിനാരിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ആ അപ്പൂപ്പനെ എൻ്റെ നാട്ടിലുള്ള ഒരു ക്ലേരി അപ്പൂപ്പൻ എന്നാണ് വിളിക്കണത്. കാരണം ക്ലേരി ആയതിനു ശേഷം പോകുന്നത് കൊണ്ടാവാം. അപ്പോൾ അപ്പൻ എന്നെ വിടണ്ട, അല്ലെങ്കിൽ നീ പോകണ്ട എന്ന് പറയാനുള്ള കാരണം, ഒരു വൈദികനായി എന്നെ കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഇനി ഇവനും കൂടെ പോന്നിട്ടുണ്ടെങ്കിൽ വൈദിക അല്ലെങ്കിൽ ദൈവവിളി ഇല്ലാത്ത കുടുംബം എന്നൊക്കെ മറ്റുള്ളവർ പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അപ്പൻ എന്നെ നിരുത്സാഹപ്പെടുത്തി. ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ അപ്പനോട് ആ കാര്യം ബോധ്യപ്പെടുത്തി. അവനെ അച്ഛനാക്കാനല്ല, അവൻ സെമിനാരിയിൽ പോട്ടെ, ആകുവാണെങ്കിൽ അച്ഛനാവട്ടെ എന്ന ഒരു നിലക്ക് ഞാൻ സെമിനാരിയിലേക്ക് ചേരുക. സെമിനാരിയിൽ ചേർന്നതിന് ശേഷം എൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ, കാരണം അന്ന് ഒരു 15 വയസ്സ് പ്രായത്തിലാണ് സെമിനാരി ചേരുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ സെമിനാരി ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നത് ഈ വൈദിക വസ്ത്രം ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന വൈദിക വിദ്യാർത്ഥികളെയായിരുന്നു. അച്ഛന്മാരെ സ്വാഭാവികമായിട്ട് ഇഷ്ടമാണ്, കാരണം അവർക്ക് വൈദിക വസ്ത്രം ഉണ്ടല്ലോ. പക്ഷേ സെമിനാരിക്കാർക്ക് 7 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വൈദിക വസ്ത്രം ലഭിക്കുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടന്മാരൊക്കെ, മീൻസ് സെമിനാരിയിലെ മുതിർന്ന സഹോദരങ്ങൾ ഈ വൈദിക വസ്ത്രം ധരിക്കുമ്പോൾ അതെന്നാണ് കിട്ടുക എന്നൊരു വല്ലാത്തൊരു കൊതി ഉണ്ടായിരുന്നു. ആ കൊതി ഇന്നും ഉണ്ട് എനിക്ക് ഈ വൈദിക വസ്ത്രം ഇല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നില്ല എന്നല്ല, പോകാറുണ്ട്. പക്ഷെ കൂടുതലും ഞാൻ വൈദിക വസ്ത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. വൈദിക വസ്ത്രം ഇല്ലാതെ പോകുമ്പോൾ എന്തോ ഒരു കുറവ് എൻ്റെ ഉള്ളിൽ അത് വല്ലാതെ അനുഭവിക്കാറുണ്ട്. അപ്പോൾ ഈ വൈദിക വസ്ത്രത്തോട് എനിക്ക് വല്ലാത്തൊരു പ്രണയം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സെമിനാരിയിൽ ചേരുമ്പോൾ നമുക്ക് വ്യക്തമായ ധാരണകളൊന്നുമില്ല. പക്ഷെ 2 വൈദികരെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. അതിൽ ഒരാൾ ഇപ്പോൾ ഈ ലോകത്തില്ല. കോഴിക്കോട് രൂപതയിലെ വൈദികനായിരുന്ന ക്രിസ്റ്റി എം ആസ്ക്യൂത്ത് അച്ഛൻ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഇത് എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. കാരണം ഞങ്ങളുടെ സെമിനാരിയിൽ ഇങ്ങനെ ഒരു കോറിഡോറുണ്ട്. ആ കോറിഡോറിൽ ഞങ്ങൾ 3 ബാച്ചാണുള്ളത് ഫിലോസഫിക്കാർ. അവർക്ക് ഓരോ വിങ് വെച്ച് കൊടുക്കാം. ഓരോ വിങ്ങിലും നമ്മൾ കഷ്ടപ്പെട്ട് അറക്കപ്പൊടി ഉപയോഗിച്ച് അതിൽ നിറങ്ങൾ ചേർത്ത് വളരെ മനോഹരമായ കാർപ്പറ്റ് ഉണ്ടാക്കുമെന്ന് പറയും. കാർപ്പറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ അച്ഛൻ വന്ന് നോക്കും. അങ്ങനെ നല്ല കാർപ്പറ്റിന് സമ്മാനമൊക്കെ തരും. കാർപ്പറ്റിൻ്റെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ ഓരോ അറ്റത്തും നടുവിലൊക്കെ വളരെ മനോഹരമായ വേറെ ഡിസൈൻ ഉണ്ടാകും. ആ ഡിസൈനൊക്കെ മണ്ണുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട്, അത് ചിലപ്പോൾ ചില ബ്രദേഴ്സ് 3, 4, 5 മണിക്കൂറൊക്കെ അതും ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ ഇത് വർക്ക് ചെയ്ത് കാണാൻ എന്ത് ഭംഗിയായിരിക്കും എന്നറിയാം. പക്ഷേ ഈ ഭംഗിയുള്ള ഈ കാർപ്പറ്റിലൂടെ, ഞങ്ങൾ നിർമ്മിച്ചെടുത്ത കാർപ്പറ്റിലൂടെ ഈ അച്ഛൻ ദിവ്യകാരുണ്യം പിടിച്ചിങ്ങനെ നടന്ന് അതൊക്കെ ഇങ്ങനെ ചവിട്ടിക്കൂട്ടി അങ്ങോട്ട് പോകും.
അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഇത്തിരി സങ്കടം. കാരണം ഇത്ര നേരം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തത് പെട്ടെന്ന് ഒരു നിമിഷം, ഒരു 15 മിനിറ്റിൻ്റെ ഒരു പ്രദക്ഷിണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ ആദ്യം ഞങ്ങൾക്കത് ഇഷ്ടമായിരുന്നില്ല. പിന്നീട് അച്ഛൻ ഇതിന് മുകളിലൂടെ കടന്നു പോകുന്ന, അതും എൻ്റെ കയ്യിലിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു മഹത്വമൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഇതൊക്കെ ഈ 15 മിനിറ്റിൽ ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ വെറും 15 മിനിറ്റിൽ പോകുന്നതിൽ ഞങ്ങൾക്കൊരു സങ്കടമില്ല എന്നുള്ളതാണ്. കാരണം ദിവ്യകാരുണ്യത്തിൻ്റെ ആ ഒരു മഹത്വം അച്ഛൻ ഞങ്ങളിങ്ങനെ പഠിപ്പിക്കുകയായിരുന്നു. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ അല്ലടാ നീ സ്നേഹിക്കേണ്ടത്, മറിച്ച് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെയാണ്. അന്ന് അച്ഛൻ തമാശയ്ക്കാണോ ഗൗരവത്തിലാണോ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അപ്പൻ ഞായറാഴ്ച മരിക്കുകയാണെങ്കിൽ നിനക്ക് കരയാനുള്ള അവകാശമില്ല. കാരണം അത് കർത്താവിൻ്റെ ദിവസമാണ്. നിനക്ക് പിറ്റേ ദിവസം വേണമെങ്കിൽ കരയാം. അത്രമാത്രം പ്രാധാന്യം ഞായറാഴ്ചയ്ക്കും ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനും ഈ അച്ഛൻ പകർന്നു നൽകുകയുണ്ട്. അതിങ്ങനെ ഇപ്പോഴും മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരച്ഛൻ, അച്ഛൻ്റെ പേരും ക്രിസ്റ്റി എന്നാണ്. അന്ന് OFM കപ്പുച്ചിൻ സഭയുടെ പ്രൊവിൻഷ്യൽ ആയിരുന്ന സമയത്ത് ഈ അച്ഛൻ ഞങ്ങൾ 2003 ഡിസംബർ മാസത്തിൽ ഞങ്ങളുടെ വാർഷിക ധ്യാനം, അത് ഡീക്കനായിരിക്കുമ്പോഴുള്ള വാർഷിക ധ്യാനം, ആ വാർഷിക ധ്യാനത്തിൽ അച്ഛനൊരു പ്രാർത്ഥന നടത്തി. അച്ഛൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു. അന്ന് ഞങ്ങൾ 26 പേര് ഉണ്ട് ഡീക്കന്മാർ. അച്ഛൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: പ്രിയമുള്ള ഈശോയെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ 26 ഡീക്കന്മാർക്കും ഈ ധ്യാനത്തിലൂടെ ഒരു മാറ്റവും സംഭവിച്ചേക്കല്ലേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ല. കാരണം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ട് വേണം ഈ പൗരോഹിത്യം ആസ്വദിക്കാൻ എന്ന് ചിന്തിച്ച് ധ്യാനത്തിന് വന്ന ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തി. അപ്പോൾ അച്ഛൻ ആദ്യം അതിനൊരു വിശദീകരണം തന്നു. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്: മക്കളെ, നിങ്ങൾ ഞാനും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കർത്താവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലാണ്. അതുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുക അത് അസാധ്യമായൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഞാനത് പ്രാർത്ഥിക്കും, മാറ്റം ഉണ്ടാവരുത്. എന്നും ഈ കർത്താവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നിലനിൽക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതൊരു തിരിച്ചറിവായിരുന്നു. ആ വിശുദ്ധ ബലിയിലൂടെ, അച്ഛൻ്റെ ബലിയിലൂടെ കടന്നു പോകുമ്പോൾ അച്ഛൻ ഈ അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ തിരുശരീരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അച്ഛനൊരു പ്രാർത്ഥന നടത്തുമായിരുന്നു. ആ പ്രാർത്ഥന ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതിങ്ങനെയായിരുന്നു: ലോർഡ് മേക്ക് മീ ബിലീവ്, ഹെൽപ്പ് മൈ അൺബിലീവ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ വിശ്വാസരാഹിത്യത്തെ നീ കണക്കിലെടുക്കരുതേ, എൻ്റെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ. പ്രിയമുള്ളവരെ, ഞാൻ അച്ഛനായിട്ട് 21 വർഷം പൂർത്തിയാകുമ്പോൾ ഈ 21 വർഷത്തിലും ഏതൊക്കെ പള്ളിയിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്, ഏതൊക്കെ ദൈവാലയങ്ങളിൽ ഞാൻ ബലിയർപ്പിച്ചിട്ടുണ്ട്, ആ ബലിയർപ്പണത്തിലൊക്കെ ഞാൻ പോലും അറിയാതെ എൻ്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴിരുന്ന ഒരു പ്രാർത്ഥനയാണ്: ലോർഡ് മേക്ക് മീ ബിലീവ്, ഹെൽപ്പ് മൈ അൺബിലീവ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അങ്ങനെ ക്രിസ്തുവിനെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ക്രിസ്ത്യച്ചൻ പഠിപ്പിച്ചത്, ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൽ വിശ്വസിക്കുക. അപ്പോൾ നിൻ്റെ കൂട്ടത്തിലുള്ളവരുടെയൊക്കെ മരണം അത് നിനക്ക് വളരെ സന്തോഷത്തോടെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാനിങ്ങനെ പൗരോഹിത്യ സ്വീകരണം ആസ്വദിക്കാൻ വേണ്ടി ഓരോ വർഷവും ഇങ്ങനെ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, എൻ്റെ അപ്പൻ ആദ്യം എന്നെ സെമിനാരിയിൽ വിടാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ സെമിനാരിയിൽ ചേർന്നു. 1, 2, 3 വർഷങ്ങളൊക്കെ അപ്പനിങ്ങനെ വെറുതെ സെമിനാരിയിൽ പഠിക്കാൻ പോകുന്ന ഒരുത്തൻ തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷെ വർഷങ്ങൾ കഴിയും തോറും അപ്പൻ്റെ കണ്ണുകളിൽ തിളക്കമായി, പ്രതീക്ഷയായി. അങ്ങനെ വൈദിക വസ്ത്രം സ്വീകരിക്കുകയാണ്. 2000 ആണ്ടിൽ മഹാജൂബിലി വർഷത്തിൽ വൈദിക വസ്ത്രം സ്വീകരിച്ചു. പിന്നെ അപ്പനിങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എടാ ഇനി എത്ര വർഷമുള്ളത്? അപ്പോൾ പറയും, അതിന് 3 വർഷമുണ്ട്, 2 വർഷമുണ്ട്. അങ്ങനെ ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കാൻ തീരുമാനിച്ചു. പൗരോഹിത്യ സ്വീകരണം 2004 ജനുവരി 1-ാം തീയതിയാണ്. അങ്ങനെ ഏതാണ്ട് 6 മാസം മുമ്പ് ഇതിന് ഏകദേശം ഒരു ധാരണ വരും.
പിന്നീട് ഇങ്ങനെ സന്തോഷത്തോടെയാണ് യാത്ര. അപ്പോൾ എന്നേക്കാളും സന്തോഷം എൻ്റെ അപ്പനും അമ്മയ്ക്കും. കാരണം കാലങ്ങളായി കാത്തിരുന്ന, വേണമെങ്കിൽ പറയാം തലമുറകളായി കാത്തിരുന്ന ഒരു പൗരോഹിത്യ ഭാഗ്യം കുടുംബത്തിലേക്ക് വന്നു ചേരുക. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൻ്റെ ദിവസം സെപ്റ്റംബർ 8-ാം തീയതി 2003 സെപ്റ്റംബർ 8-ാം തീയതി അന്ന് ഓണം കൂടെ ആയിരുന്നു, ഓണാഘോഷമായിരുന്നു. അപ്പോൾ സെമിനാരിയിൽ ഇങ്ങനെ ഓണാഘോഷത്തിൻ്റെ വല്ലാത്ത സന്തോഷത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ സമയത്ത് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡൈസേ റെക്ടറച്ചൻ വിളിക്കണുണ്ട്, ഒരു ഫോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ ഞാൻ ഈ തിരക്കിനിടയിൽ ശരീരത്തിൽ മുഴുവനും നിറച്ച് കളർ പൊടികളൊക്കെ വിതറിയിട്ടുണ്ട്. സന്തോഷത്തോടെ റെക്ടറച്ചൻ്റെ അടുത്ത് ചെന്നു. റെക്ടറച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡൈസേ വീട്ടിൽ നിന്ന് ഒരു ഫോൺ ഉണ്ടായിരുന്നു, അപ്പച്ചന് ഇച്ചിരി അസ്വസ്ഥതയുണ്ട്, അപ്പോൾ വീട്ടിലേക്ക് ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, പെട്ടെന്ന് എന്തോ ഒരു അത്ര നല്ലതല്ലാത്ത ഒരു വാർത്ത എന്നിലേക്ക് വീണു. അത് അച്ഛൻ പറഞ്ഞതിലും അപ്പുറം എന്തോ ഉണ്ട് എന്നൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടി. എൻ്റെ സുഹൃത്തായ ബിനു ഉണ്ടായിരുന്നു, വരാപ്പുഴ രൂപതക്കാരന്. അപ്പോൾ റെക്ടറച്ചൻ പറഞ്ഞു, മോനെ ബിനു, നീയും കൂടെ വേണം പൊക്കോ. ഒരാളെ കൂടെ കൂട്ടി അപ്പൻ ആശുപത്രിയിലായി അപ്പനെ കാണാൻ പോകുക എന്ന് പറയുമ്പോൾ അത് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, അപ്പന് എന്തോ ഗൗരവതരമായ അസ്വസ്ഥതയുണ്ട്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്നും പ്രാർത്ഥിക്കാറുള്ള ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നടയിൽ അപ്പനിങ്ങനെ ഒരു വെള്ളത്തുണിയിൽ പുതപ്പിച്ച് അമ്മ മക്കൾ വശങ്ങളിലിരുന്ന് കരയുന്നത് കണ്ടിട്ടാണ് ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പൻ്റെ ശവമഞ്ചത്തിൻ്റെ മുമ്പിൽ എങ്ങനെ ഇരുന്ന അന്ന് എൻ്റെ തമ്പുരാനോട് ഞാൻ ആദ്യമായി തർക്കിച്ച് സംസാരിച്ചു. ആ സംസാരം വേറൊന്നും ആയിരുന്നില്ല, ഒരു 3 മാസത്തെ സമയം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അപ്പന് എന്നെ പൗരോഹിത്യ പദവി സ്വീകരിക്കുന്നത് കാണാമായിരുന്നു. പക്ഷേ തമ്പുരാൻ അത് അനുവദിച്ചില്ല. ഡീക്കനായിരുന്നത് കൊണ്ട് ശവസംസ്കാരത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ നാം നിർവഹിച്ചു. പക്ഷേ ഒട്ടും സന്തോഷത്തോടു കൂടെ അല്ല അതൊന്നും നിർവഹിച്ചിരുന്നത്. ഉള്ളിൽ ഒരുപാട് പരാതി ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് സെമിനാരിയിലേക്ക് ചെന്നപ്പോൾ എൻ്റെ സ്പിരിച്വൽ ഫാദറായിരുന്ന പള്ളിപ്പുറം സ്വദേശിയായ അത്തനേഷ്യസ് ഡി അൽമേഡ എന്നെ വിളിച്ചിട്ട് അച്ഛൻ്റെ മുറിയിലിരുത്തി അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ ഡൈസേ, നിൻ്റെ പിതാവിനെ ദൈവമായ കർത്താവ് സ്വർഗത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. പ്രിയമുള്ളവർ, അപ്പൻ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ഈ അച്ഛൻ്റെ ആശ്വാസവാക്ക് എനിക്ക് വല്ലാത്തൊരു അരോചകമായിട്ടാണ് തോന്നിയത്. ഒന്ന് എതിർത്ത് പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ അച്ഛനെയും ദേഷ്യത്തോടെ അതും ഇതുമൊക്കെ സംസാരിച്ചു. പക്ഷേ കാലങ്ങളിങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അനുഭവിക്കായിരുന്നു എൻ്റെ അപ്പൻ്റെ സ്വർഗത്തിലുള്ള ആ സാന്നിധ്യം. എനിക്കും എൻ്റെ ക്രിസ്തുവിനും ഇടയിലുള്ള സുന്ദരമായ ഒരു മധ്യസ്ഥനായി എൻ്റെ അപ്പൻ ജീവിച്ചത് ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അമ്മയെ കാണാൻ വേണ്ടി എനിക്ക് വീട്ടിൽ പോകണം, പക്ഷേ അപ്പനെ കാണാൻ വേണ്ടി എനിക്ക് വീട്ടിൽ പോണ്ട. ബലിപീഠത്തിലൊന്ന് കൈയമർത്തി ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ ബലി അർപ്പിക്കുമ്പോൾ അപ്പനിങ്ങനെ ചാരി നിൽക്കുന്നത് അത് ഞാനിങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. ഈ വെള്ള വസ്ത്രം, ഈ വൈദിക വസ്ത്രം, അത് സന്തോഷത്തോടുകൂടെ ആസ്വദിച്ച് പൗരോഹിത്യം ജീവിക്കാൻ എനിക്ക് പ്രേരണ നൽകുന്നത് ഈ അപ്പൻ്റെ ആത്മാവിൻ്റെ എനിക്കും എൻ്റെ ദൈവത്തിനും ഇടയിലുള്ള മാധ്യസ്ഥ സ്ഥാനമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. തുമ്പൂർമൊഴി ഭാഗത്താണ് ബലി അർപ്പിച്ച് പുറത്ത് നിൽക്കുമ്പോൾ ഏതാണ്ട് ഒരു 80 വയസ്സ് പ്രായമുള്ള ഒരു അമ്മ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛനോട്. അപ്പം ഞാൻ പറഞ്ഞു. വളരെ സന്തോഷത്തോടെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് 7 മക്കളുണ്ട്. എൻ്റെ ആദ്യ
കുർബാന സ്വീകരണം നടന്നത് 9ാമത്തെ വയസ്സിലാണ്. ആ 9 വയസ്സ് മുതൽ ഈ 80 വയസ്സ് വരെ, അതായത് 71 വർഷം ഒറ്റ ദിവസം പോലും ഞാൻ ബലി മുടക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. ബലി മുടക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ദിവ്യകാരുണ്യവും സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ എനിക്ക് 7 മക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ മക്കളെ പ്രസവിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശുപത്രി കാര്യങ്ങൾക്ക് സ്വാഭാവികമായും ബലിയിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മക്കളുടെ മാമോദീസ കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ, അത് എത്ര തണുപ്പാണെങ്കിലും ശരി, ചൂടാണെങ്കിലും ശരി, മഴയാണെങ്കിലും ശരി, ഞാൻ ഈ കുഞ്ഞിനെ ആയിട്ട് പള്ളിയിലേക്ക് വരും. എൻ്റെ അമ്മ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് നീ പള്ളിയിൽ പോയാൽ മതി. പക്ഷെ എനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ എൻ്റെ മൂത്ത മകൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ നല്ലൊരു മരുമകളെ കിട്ടി. പിന്നെ ഞാൻ പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മകൾ വീട്ടിൽ നോക്കിക്കൊള്ളും. പള്ളിയിൽ എത്ര കുർബാനയുണ്ടോ അത് മുഴുവനും ഞാൻ ആസ്വദിക്കും. ഒരു കുർബാനയ്ക്ക് കുർബാന സ്വീകരിച്ചാൽ മതി എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ കുർബാന സ്വീകരണത്തിൻ്റെ സമയമാകുമ്പോൾ ഞാനിങ്ങനെ എഴുന്നേറ്റ് പോകും, എന്നിട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കും. ചില വികാരിച്ചമാർ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാനം അവർക്ക് മതിയായിട്ട് അവർ നീ എന്തെങ്കിലും കാണിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വെറുതെ വിട്ടിട്ടുണ്ട്. അങ്ങനെ ദിവ്യകാരുണ്യത്തെ ആഴമായി സ്നേഹിക്കുന്ന ഈ അമ്മയുടെ മുമ്പിൽ ഞാൻ അറിയാതെ മനസ്സുകൊണ്ട് തല കുമ്പിട്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പോയി. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, അച്ഛാ എനിക്കൊരു നിയോഗമുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനൊരു ഉള്ളി പറഞ്ഞു, അമ്മച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനോ? എനിക്ക് വേണ്ടി അമ്മയല്ലേ പ്രാർത്ഥിക്കേണ്ടത്? എന്നിട്ട് അമ്മ പറഞ്ഞ നിയോഗമുണ്ട്. പ്രിയമുള്ളവരെ, അതെൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അമ്മയുടെ പ്രാർത്ഥന എന്തായിരുന്നു അറിയാം? അച്ഛാ ഞാൻ 9ാമത്തെ വയസ്സ് മുതൽ ഈ നീണ്ട 71 വർഷം സ്വീകരിച്ച കർത്താവിൻ്റെ ആ തിരുവോസ്തി ഈ ശരീരത്തിൽ നിന്ന് എനിക്ക് എടുത്ത് പുറത്തേക്ക് വെക്കാൻ പറ്റുമെങ്കിൽ, അത് പറ്റത്തില്ലെന്നറിയാം, പക്ഷെ പറ്റുമെങ്കിൽ ഈ ശരീരത്തെക്കാളും 100 ഇരട്ടി വലുപ്പമുള്ള ദിവ്യകാരുണ്യ അപ്പത്തിലെ ഈശോയെ എനിക്കുണ്ടാക്കാൻ പറ്റും. പക്ഷെ എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും ആ ഈശോയുടെ ശരീരവും ഈ ശരീരവും തമ്മിൽ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഇഴുകിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ ബലിയർപ്പിക്കുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കണം, എൻ്റെ ശരീരവും ഈശോയുടെ ശരീരവും ഒരിക്കലും വേർപെട്ട് പോകാത്ത രീതിയിൽ പൂർണ്ണമായും ലയിച്ച് ഒന്നായിത്തീരാൻ. പ്രിയമുള്ളവരെ, ഈ അമ്മയുടെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാ ദിവസവും ബലിയർപ്പിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, എനിക്ക് വേണ്ടി. കാരണം സാധാരണ വിശ്വാസികൾ സ്വീകരിക്കുന്നതിനേക്കാളും ഒരല്പം വലിയ ഓസ്തിയാണ് അച്ഛന്മാർ സ്വീകരിക്കാറുള്ളത്. എനിക്ക് വ്യക്തിപരമായിട്ട് ചെറിയൊരു ശാഠ്യം കൂടെ ഉണ്ട്, അത് മുഴുവനും ഞാൻ തന്നെ കഴിക്കുള്ളൂ. ഈ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇതിങ്ങനെ കഴിക്കാനെടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അറിയാതെ ഞാൻ പ്രാർത്ഥിച്ചു പോകും, കാരുണ്യവാനായ കർത്താവേ, ഈ ശരീരവും എൻ്റെ കയ്യിലുള്ള ഈശോയുടെ ശരീരവും ഇപ്പോഴും പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇഴുകിച്ചേർന്നിട്ടില്ല. അങ്ങനെ ഒരിക്കലും വിട്ടുപോകാത്ത രീതിയിൽ പൂർണ്ണമായും ഒന്നായി തീരാനുള്ളൊരു പ്രാർത്ഥന അതെപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അതുണ്ടാവണം. കാരണം അതാണ് നമ്മളുടെ ദിവ്യകാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. അത് സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഈ ദൈവാലയത്തിൽ ഞാൻ വന്നിട്ട് 1 വർഷം പൂർത്തിയാവുകയാണ്. ഈ ദൈവാലയം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ്. ഒപ്പം വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരാലയമാണ്. അതുകൊണ്ട് ഈ ആലയത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. അത് കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശോ എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭാവമാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധൻ എന്ന് പറയുന്നത് വിശുദ്ധ അന്തോണീസാണ്. അതുകൊണ്ട് ഇവിടേക്ക് വന്നപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് വരുന്ന ഒരു അനുഭവമായിരുന്നു. അത് ശരിക്കും ഞാൻ അനുഭവിച്ചത് കഴിഞ്ഞ ഈസ്റ്റർ ദിനങ്ങളിലായിരുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഈസ്റ്റർ അത് മാർച്ച് 31 ആയിരുന്നല്ലോ.
30-ാം തീയതി ഈസ്റ്ററിനുള്ള ഒരുക്കങ്ങൾ, ഇങ്ങനെ ക്രമീകരണങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ വല്ലാത്തൊരു ഭൗതികമായ സങ്കടത്തിലൂടെ കടന്നു പോകാനിടയായി. എൻ്റെ അമ്മ ആശുപത്രിയിലായിരുന്നു. ചെറിയൊരു കാർഡിയാക് പ്രോബ്ലമായിട്ട് അമ്മ ആശുപത്രി പോയതാണ്. ഞാൻ 2 ദിവസം മുമ്പ് അമ്മയെ ചെന്ന് കണ്ടിരുന്നു. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അമ്മ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, എടാ, മൂത്ത മകൾ, അതായത് എൻ്റെ മൂത്ത ചേച്ചി മരിച്ചു പോയിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് കാര്യമായി എന്നോട് എന്തോ പറയുന്നത് പോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ വിശുദ്ധ വാരം വിശുദ്ധമായി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഓശാന ഞായറാഴ്ചയും പിന്നീടുള്ള കുമ്പസാരങ്ങളും പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ആ വല്ലാത്തൊരു സൗഭാഗ്യകരമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈസ്റ്ററിന് ഒരുക്കമായുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നതിനിടയിൽ ആശുപത്രിയിൽ നിന്ന് എന്നെ ആശുപത്രിയിലെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, പെട്ടെന്ന് ഒന്ന് വന്നാൽ കൊള്ളാം, അമ്മയുടെ അവസ്ഥ ഇത്തിരി മോശമാണ്. ഒരു 10 മണിക്കാണ് എനിക്ക് ഫോൺ കോൾ വരുന്നത്. ഉടനെ എൻ്റെ ചേട്ടനെ വിളിച്ചു. ഞാൻ പോകുന്നതിനിടയിൽ ചേട്ടൻ വീണ്ടും വിളിച്ചു, തിരക്ക് പിടിച്ചു വരണ്ട, അമ്മ സ്വർഗത്തിലേക്ക് യാത്രയായി. അങ്ങനെ അമ്മയുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു. അമ്മയുടെ ഭൗതിക ശരീരത്തിൻ്റെ മുമ്പിൽ കുറച്ചു നേരം ഇങ്ങനെ നിന്നു, പ്രാർത്ഥിച്ചു. എന്നിട്ട് ചേട്ടനോട് പറഞ്ഞു, ശവസംസ്കാരം നമുക്ക് തിങ്കളാഴ്ച വെക്കാം. അങ്ങനെ വേണ്ട ക്രമീകരണങ്ങളൊക്കെ നിർവഹിച്ചു. അപ്പം മരിച്ചതിന് ശേഷം ഏക ആശ്രയം എന്ന് പറയുന്നത് അമ്മയാണ്. വൈദികർക്ക് അമ്മ എന്ന് പറയുന്നത് അതൊരു വ്യക്തിയല്ല, മറിച്ച് അതൊരു വികാരമാണ്. അതെന്ത് വികാരം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറമാണ്. ആ അമ്മ എൻ്റെ അടുക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നായിരുന്നു ഞാൻ വ്യക്തിപരമായിട്ട് ചിന്തിച്ചത്. പക്ഷേ എനിക്ക് തമ്പുരാൻ അമ്മയിലൂടെ വലിയ കൃപ നൽകുമായിരുന്നു. കാരണം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചു. പിറ്റേ ദിവസം ഈസ്റ്ററിൻ്റെ ആഘോഷമാണ്. ഞാൻ ഈ ദൈവാലയത്തിൽ വന്നിട്ട് ആദ്യത്തെ ഈസ്റ്റർ ദിനമാണ്. ഇവിടെ തിരിച്ചെത്തി വേണ്ട ക്രമീകരണങ്ങളൊക്കെ നിർവഹിച്ചു. ആരോടും ഞാനത് പറഞ്ഞില്ല. കാരണം ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ആഘോഷം വേറൊരു മരണത്തിലൂടെ അതിൻ്റെ ആഘോഷത്തിൻ്റെ പൊലിമ നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങൾ നിർവഹിച്ചു. അതിനിടയിൽ അഭിയോന്യ പിതാവ് അംബ്രോസ് പിതാവ് വിളിച്ചിട്ട് ചോദിക്കുകയുണ്ടായി, അച്ഛാ, ഈസ്റ്റർ ദിനത്തിലെ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് ആരെങ്കിലും ഏൽപ്പിക്കണോ? ഞാൻ പറഞ്ഞു, അച്ഛാ, വേണ്ടി വരും, ഞാൻ പറയാം പിതാവേ എന്ന് പറഞ്ഞു. പക്ഷെ വേണ്ടി വന്നില്ല. അമ്മയിലൂടെ ദൈവം എനിക്ക് കൃപ ഇങ്ങനെ വാരിക്കോരി ചൊരിഞ്ഞ ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. പ്രിയമുള്ളവരെ, ഈസ്റ്റർ ദിനത്തിൻ്റെ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. ഏതാണ്ട് ഒരു 10:45 ആരംഭിച്ചു. 1-2 പേരൊക്കെ ഇടവകയിൽ അറിഞ്ഞിട്ടുണ്ട്. കാരണം അറിഞ്ഞാൽ അത് തീർച്ചയായും ബുദ്ധിമുട്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ 21ാമത്തെ ഈസ്റ്റർ ബലിയായിരുന്നു ഞാൻ ഈ ബലിപീഠത്തിൽ കഴിഞ്ഞ വർഷം 31-ാം തീയതി അർപ്പിച്ചത്. അന്ന് അർപ്പിച്ച ബലി എന്ന് പറയുന്നത് കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യാതെ അതിങ്ങനെ ഒരു മോർച്ചറിയിൽ സൂക്ഷിക്കുമ്പോൾ ഈ ബലി അതെനിക്ക് ശരിക്കും ഒരു അനുഭവമായിരുന്നു. അമ്മ അത് ഭൗതികമായ ഒരു മരണം മാത്രമാണ്, ഒരിക്കലും എന്നിൽ നിന്ന് വേർപിരിഞ്ഞ് പോകുന്നില്ല എന്ന് ഞാൻ ആഴമായി അനുഭവിച്ച ഒരു ബലി. എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ഈസ്റ്റർ എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ബലിയർപ്പണം ഞാൻ ആസ്വദിച്ചിട്ടില്ല. കർത്താവ് മരണത്തിൻ്റെ അധിനാഥനാണെന്ന് വ്യക്തിപരമായ ദൈവാനുഭവത്തിലൂടെ ഞാൻ ആസ്വദിച്ച ഒരു ബലിയർപ്പണമായിരുന്നു. അതുകൊണ്ട് ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചവനാണ്. ഒരിക്കലും നാം നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ സങ്കടപ്പെടേണ്ട. കാരണം അതിനുമപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ,
കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.